ഡെയിലി ഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഖലീഫ ഉമർ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഒരേപോലെ പ്രിയങ്കരമായ GoPro 12ൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് GoPro. അപ്പോൾ നമ്മൾ GoPro 12 അൺബോക്സ് ചെയ്ത് ഇതിനകത്തല്ലേ അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്നത് കുറച്ച് കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ച് നോക്കണം. കുറേ കാര്യങ്ങൾ അതിനകത്ത്. നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ GoPro. ഓക്കെ, ഉണ്ട്. ഓക്കെ, ഇത് ഇതിൻ്റെ സ്ക്രീൻ തന്നെ കേട്ടോ. ഇത് ഇതിൻ്റെ ലെൻസ്. ഓക്കെ, അപ്പോൾ ഇതിനൊപ്പം വന്നിട്ടുള്ളത് ഇതിൻ്റെ കേബിള്, ഇതതിൻ്റെ ബാറ്ററി, പിന്നെ ഇത് ഹെൽമെറ്റിൽ ഇതിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനകത്ത് വെച്ചിട്ട് ഹെൽമെറ്റിലൊക്കെ കണക്ട് ചെയ്യും. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ബാറ്ററി ഇടാം. ഇങ്ങനെയാണ് ബാറ്ററി ഇടാം. നമ്മുടെ കയ്യിൽ ഒരു 32 GB ഒരു മെമ്മറി കാർഡ് ഉണ്ട്. അപ്പോൾ വന്നിട്ട് നോക്കാം. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷന് നമ്മളെല്ലാവരുടെ ഫോണിലേക്ക് ക്യാമറ ഉണ്ടാവില്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു GoPro 12 മേടിച്ചിട്ട് വീഡിയോ എടുക്കണേ? അതെന്ത് സംഭവിച്ചാലേ, ഇത് ആക്ഷൻ ക്യാമറയാണ്. ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കുന്നത്. അതുപോലെ യൂട്യൂബേഴ്സ് സിനിമാറ്റിക് ഒന്നുമില്ല, ഫോക്കസ് ഒന്നും പറ്റില്ല, ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല. നോർമൽ വീഡിയോ പക്ഷെ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും. പിന്നെ വേറെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോലെ, വെള്ളത്തിൻ്റെ അതുപോലെ സ്കൂബ ഡൈവിങ്, അതുപോലെ വിമാനത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ നമ്മൾ സ്കൈ ഡൈവിങ് ഒക്കെ ചെയ്യില്ലേ. അപ്പോൾ മൊബൈലൊക്കെ ആണെങ്കിൽ തെറിച്ച് പോകും, കനം കൂടിയതല്ലേ. ഇത് വളരെ കനം കുറഞ്ഞാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകതകളുണ്ട്. അതായത് ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോക്കില്ലേ 27 MB പിക്ചർ ക്ലാരിറ്റി ഉണ്ട്, 5.3K വീഡിയോ റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഈ സാധനത്തിന് പ്രത്യേകത കൂടി ഉണ്ട്. വെള്ളത്തിലൊക്കെ നമ്മൾ പോവില്ലേ, നമ്മന്ന് ഇവിടെ ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് വെള്ളത്തിൽ പോയില്ലേ, അതുപോലെ വെള്ളത്തിൽ നമ്മൾ പോകുമ്പോൾ ഏകദേശം 10 മീറ്റർ, അതായത് 33 അടി താഴ്ച വരെ പോയാലും ഇതിനകത്ത് വെള്ളം കയറില്ല. അപ്പം പിന്നെ വെള്ളം കയറും.
കമ്പനി പറയണത് 33 അടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് മറ്റുള്ള മോഡലിനെ അപേക്ഷിച്ചിട്ട് ഇതിനകത്ത് വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ 8x സ്ലോ, ഇപ്പം വണ്ടിയൊക്കെ പോകുന്നത് ഓട്ടോമാറ്റിക് സ്ലോ 8x വരെ എടുക്കാൻ പറ്റും. ഹൈപ്പർ വ്യൂ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഫീച്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. HDR ഫോട്ടോ വീഡിയോ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓടി നടന്നിട്ട് അത് വീഡിയോ എടുക്കും. മൊബൈലാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് വേറെ സംശയമുണ്ട്. ഈ നമ്മൾ 12ഉം 11ഉം 10ഉം ഉപേക്ഷിച്ചിട്ട് എന്തൊക്കെ വ്യത്യാസം? അതിൻ്റെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ വാപ്പിച്ച് കണ്ടിടത്തോളം വെച്ചിട്ട് നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഫീച്ചറുകൾ ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആണ്. 1-2 കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് അതിൻ്റെ ക്ലാരിറ്റി, അതുപോലെ മെയിനായിട്ട് വരുന്നത് ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത്. അത് അങ്ങനത്തെ ഒരു 2-3 കാര്യങ്ങളാണ് 11 അപേക്ഷിച്ചിട്ട് 12-ലുള്ളത്. പിന്നെ പൈസയിലും നല്ല വ്യത്യാസമുണ്ട്. മറ്റേതാകുമ്പോൾ ഒരു 10-24,000 രൂപ ഒക്കെ വരും, ഇത് 34,000 രൂപ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള കമ്പനി, അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന് 2 വർഷം വാറൻറ്റിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോ എല്ലാം നമ്മൾ ഈ GoPro 12 വെച്ചിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അവരോട് പറയാനുള്ളത് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.